king of Salem, bought bread and wine, for he was a priest of God Most High. And he blessed Abram, saying, Blessed be Abram by God Most High, maker of heaven and earth. And blessed be God Most High, who has delivered your enemies into your hands. And Abram gave him a 10th part of everything. How these verses will be reflected and accepted by God-fearing Christian middle-class families somewhere in Kerala is the theme of this short play. Matri Cheduthi, wife of Mathai Chetan, requests her husband that they should follow Abram, father of faith, by giving away 10% of their earnings to the poor. Mathai Chetan did it exactly as Matri Cheduthi said. But when Matri Cheduthi passed away and Mathai Chetan became old, their children did not follow that tradition. They did not give away anything at all. Instead, spent money on pleasing politicians. Melchizedek appears in a dream to remind Mathai Chetan that an act of charity is counted as an act of love and gratitude to God. Prayers must not be self-focused. Fortunately, his eldest son James, when he had progressed in business, regained that golden tradition of distributing 10th of his earnings to the poor during Lent. An apt example for everyone. Kindly keep pin-drop silence by all to hear the dialogues clearly and enjoy the play. അന്ന് ആരാണ് അന്ന് ആരാണ് ഒന്ന് പറഞ്ഞേ തീരുമാനിച്ചത് വിവരദോഷിയായ വൃദ്ധനെ പരീക്ഷിക്കാതെ. പണ്ട് പള്ളിപ്പെരുന്നാളിന് കണ്ട ചരിത്ര നാടകത്തിലെ കാറൽമാൻ എമ്പർദോറിനെ പോലിരിക്കണം. ആ പളപളാമിങ്ങനെ വേഷവും കിരീടവും കുരിശുള്ള സ്വർണ്ണമാലയും ഒക്കെ കാണാൻ നല്ല ചന്ത. പഴയ കാലായിരുന്നെങ്കിൽ ഏതെങ്കിലും രാജാവ് വഴിതെറ്റി വന്നേക്കണമെന്ന് കരുതിയാണ്. ഇതിപ്പോ അയ്യോ അങ്ങേക്ക് പേരറിയാലോ. അങ്ങ് സത്യത്തിൽ ആരാണ്? നാം ഒരു പഴയ രാജാവാണ്, സാലേം രാജാവായ മെൽക്കിസദേക്ക്. നീ ഈശോയെ ഇതെവിടെയാ? നമുക്ക് കേട്ടിട്ടില്ല കേട്ടാ. നമ്മുടെ ദൗത്യം എല്ലാവരുടെയും പക്കൽ നിന്ന് ദശാംശം ശേഖരിച്ച് വേണ്ടപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ കക്ഷി പൂർവ്വപിതാവായ അബ്രഹാമായിരുന്നു. അതെനിക്ക് യഹോവയിൽ നിന്നും നേരിട്ട് ലഭിച്ച ഉത്തരവായിരുന്നു. സാലേം എന്നറിയപ്പെടുന്ന സമാധാനത്തിന്റെ താഴ്വരയിൽ വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച. അതിനുശേഷം പിതാക്കന്മാരുടെ പിതാവായ അബ്രഹാമിനെ നാം ഒരിക്കലും കണ്ടിട്ടില്ല. തന്നെ വലിയ നോമ്പിലെ ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിലച്ഛൻ പിതാക്കന്മാരുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. പക്ഷെ എന്തായിരുന്നു ഈ എൻ്റെ ഓർമ്മയിലില്ല. പ്രായമായി പോയില്ലേ? തിരുമനസ് ക്ഷമിക്കേ. ആ കാര്യം ഓർമ്മപ്പെടുത്താനാണ് നാം വന്നിരിക്കുന്നത്. മത്തായിച്ച് നൽകേണ്ട ദശാംശം നേരാണെന്ന് ഇപ്പൊ മനസ്സിലായി. അന്ന് അച്ഛൻ പറഞ്ഞത് ഇതേ കുറിച്ചായിരുന്നു. വരുമാനത്തിന്റെ 10% ദാനം ചെയ്യുന്നതിനെ പറ്റി. എന്റെ മത്തായിച്ചൻ അത് നിർത്തിക്കളഞ്ഞത് അരുത്. പ്രാർത്ഥന പോലെ തന്നെ ദാനധർമ്മങ്ങളും യഹോവ അഭിലഷിക്കുന്നു.
ഞാനൊരു കാര്യം പറയാവേ, നല്ല കുത്തം അക്ഷരമാക്കി കേട്ടാൽ മതി. എന്തോന്ന് ഈ പച്ചവെള്ളം എന്നാ എരിയാണ്? എന്താ, ഞാൻ ഇവിടെ നല്ലൊരു കാര്യം പറയാൻ തുടങ്ങുമ്പോഴാ ഇന്നുകൊണ്ട് ഒരു വലി. മുളകടിക്കാരും പറഞ്ഞില്ലല്ലോ, അത് പുഴുക്കിന് ഒരു ഉഷറുണ്ടാക്കാൻ ചേർത്തതാ. ആ സാരമില്ല, നീ പറ മാതിരി ഉള്ളത് അതേപോലെ പറയുന്ന കൂട്ടത്തിലാണെന്നുള്ളത് നിനക്കറിയാവേ. നീ പറഞ്ഞ ഏതെങ്കിലും നല്ല കാര്യം നമ്മൾ കേൾക്കാതിരുന്നിട്ടുണ്ടോ? പള്ളിയിലച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞ് നിങ്ങൾ വരാൻ കേട്ടായിരുന്നു മനുഷ്യ. പൂവ് അതിന് നമ്മൾ എന്നാ വേണ്ടി? പലിശക്കാരൻ പൂഴ്ത്തിയെ പോലെയല്ലേ ദാനം ചെയ്യേണ്ടത്. ഒരു കൈ കൊന്തയും മറു കൈ മൊന്തയുമായി അരിയിൽ വെള്ളം ചേർക്കാൻ നടക്കണമോ? നീ കുറച്ചുകൂടെ കഞ്ഞി ഇങ്ങോട്ട് വെച്ച്. ഇതങ്ങനെ അല്ല. ഇതെന്താണ് നിന്റെ പുതിയൊരു കിന്നാരം? അതൊന്നും അല്ല. ഏതൊന്നുമല്ലെന്ന് നീ കാര്യം പറ മാതിരി. നമ്മക്കാണെങ്കിൽ ഇഷ്ടംപോലെ കാശുണ്ട്. വരുമാനത്തിൽ 10% പള്ളിയിലച്ഛൻ പറഞ്ഞ പോലെ ദാനം ചെയ്താൽ എന്നാ ചെയ്തം? എന്നാ അതിന് നമ്മ പാപങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോടി. നീ ഇച്ചിരി പുഴുക്കം ഇങ്ങോട്ടിട്ടെ. നല്ല കപ്പ ഉമ്മലേണ്ട. എനിക്ക് ചൊറിഞ്ഞ് കയറുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഒരു മുറിഞ്ഞ തീറ്റി. കപ്പയും പിടിക്കുന്ന കേട്ടാ ഈ മനുഷ്യന് പിന്നെ ഭ്രാന്ത. കൊണ്ട് പാടത്ത് പണിക്ക് പോയ കാലത്തെ ഒരു ശീലാണ്. ഇപ്പോഴേ ആ പഴയ മത്തായിച്ചനല്ല, നരിമറ്റത്തിൽ കൊച്ചൗസേപ്പ് മകൻ മത്തായിയാ. അറിയാം നിങ്ങൾക്ക്? അതെ, പലചരക്കും മലച്ചരക്കും ഭൂമി ഇടപാടും ഒക്കെ ഇടവകയിൽ പച്ചയടിച്ചുള്ള മുതലാളിയാണ് ഞാൻ. ഈ ഓശാന ഞായറാഴ്ച കപ്പയും കഞ്ഞി കഴിച്ചോണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാ പോരാ. എനിക്ക് മതിയടി മാതിരി. പിന്നെ നീ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുകൂടി രണ്ടെണ്ണം എടുത്തോ. പറഞ്ഞാലും കൊഴുക്കട്ട പറഞ്ഞില്ല. ഇങ്ങനെ ഒരു മനുഷ്യൻ. ഇതെന്നാണ് ഈ സ്റ്റീൽ പാത്രത്തില്? അപ്പോഴും ഞാനൊന്ന് മലയാറ്റൂരിൽ നിന്ന് കൊണ്ടുവന്ന വസ്തുക്കളൊക്കെ ഉടഞ്ഞു പോയോ? അത് പിന്നെ കഴിഞ്ഞ ക്രിസ്മസ് നക്ഷത്രം ഒട്ടിക്കാൻ പിള്ളേർക്ക് പശ കുറുക്കി കൊടുത്തതാ. നീ കാര്യം പറ മാതിരി. അതിന് വേറെ പാത്രമൊന്നും കിട്ടിയില്ലല്ലോ നിനക്ക്. നക്ഷത്രം ഉണ്ടാക്കിയതിൽ വസ്തിയൊന്നും പക്ഷെ ഞാൻ കണ്ടില്ല കേട്ടോ. ഇപ്പോഴും ചെറുതാണെന്നാ വിചാരം. ഈ തമാശക്കാരൻ വയസ്സ് എത്രയെന്ന് അറിയാമോ? തമാശയല്ല കേട്ടോ. വലിയ രാഷ്ട്രീയക്കാരും എത്ര തിരുമേനിയും ഒക്കെ കുടുംബത്തിൽ കയറി വരുമ്പോൾ സൽക്കരിക്കാൻ വേണ്ടി പൊന്നും വെല്ലയും കൊടുത്ത് വാങ്ങിയതായിരുന്നു. അറിയോ നിനക്ക്? പിള്ളേരെ പൊട്ടിച്ചത്രേ. ഏതവനാത് പൊട്ടിച്ചത്? അവനെ വിളി. നിങ്ങൾ ഇന്ന് ദേഷ്യപ്പെട്ടാൽ എങ്ങനെയാ? ജെയിംസിന്റെ കയ്യിൽ നിന്ന് താഴെ ഒന്ന് പൊട്ടിയതാണ്. വെള്ളം അവനെ അടിക്കുകയും മറ്റൊന്നും ചെയ്യില്ല കേട്ടോ. കാലം മോശമാണ്. വയസ്സാകുമ്പോൾ നാളെ വെള്ളം അനക്ക് തരേണ്ട പിള്ളേരാ. ഞാൻ അവനെ വിളിച്ചിട്ട് വരാം. അപ്പച്ചന്റെ പുന്നാര മോൻ ആ വില പിടിച്ച വസ്തുക്കളൊക്കെ ഉടച്ചു ഇല്ലയോടാ? ഏത് വസ്തി? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അയ്യോ എന്നെ വീടപ്പച്ച. ഞാനിവിടെ ചുമ വേദപാഠം പഠിക്കും. ഇന്ന് ഉച്ചയ്ക്കാ പരീക്ഷ. മാർക്ക് പറഞ്ഞാൽ കൊച്ചച്ഛൻ ഞായറാഴ്ച കുർബാനയിൽ വിളിച്ചു പറയും. അമ്മച്ചി നിനക്ക് നക്ഷത്രം ഉണ്ടാക്കാൻ കുറുക്കുണ്ടാക്കി തന്നത് ഇത്ര വേഗം മറന്നോടാ നീ? ശ്രദ്ധയില്ലാത്തോണ്ടല്ലേ ആ വില പിടിച്ച വസ്തു പൊട്ടിയത്? എത്രയോ നീ ഉടച്ചു. നീ വലിയ ചെറുക്കനല്ലേ? നിന്റെ പ്രായത്തില് ഞാൻ നിന്റെ അമ്മയെ കെട്ടാൻ ആലോചിക്കായിരുന്നു. അതപ്പച്ചന് തിരക്ക് കൂടിയിട്ട. ഞാനൊന്നേ ഉടച്ചിട്ടുണ്ടായിരുന്നു അപ്പച്ച. ബാക്കിയെല്ലാം ബെന്നിയും സണ്ണിയും ലൂസിയും കൂടിയിട്ട. മൂത്തതല്ലേ എന്ന് കരുതി നീ പുന്നാരിച്ചിട്ടാണ് ഇവൻ ഇങ്ങനെ ആയത്. ഒന്നേ ഉടച്ചുള്ളൂ അത്രേ. ഒന്നുടച്ചവനെ ഒലക്കമേ കിടത്തി ഒതയ്ക്കണമെന്നാണ് പ്രമാണം. അറിയാമോ നിനക്ക്? നിങ്ങൾ എന്തിനാ മനുഷ്യ ഇങ്ങനെ വരുന്നതുള്ളെന്ന്? ഈ ഉണ്ടാക്കുന്ന വസ്തിയൊക്കെ പൊട്ടാതിരുന്ന പിന്നെ കമ്പനിക്കാർ എന്നാ ചെയ്യും? ആ പണിക്കാർക്ക് അവരുടെ പിള്ളേർക്കും നമ്മളെ പോലെ കഴിയണ്ടേ? ഇതാപ്പ നന്നായി. നീ പറഞ്ഞത് നമുക്ക് ആലോചിക്കാം കേട്ടോ മാതിരി. ഞാൻ കന്നോൾക്ക് പിള്ളേർ വല്ലതും കൊടുത്തോന്ന് നോക്കിയിട്ട് വരാം.
സർവ പാടു കണ്ട് സർവദുഃഖം നിറഞ്ഞമ്മ പുത്രനെ നോക്കി കണ്ണിനാനന്ദകരനാ ഉണ്ണി നിന്റെ തിരുമേനി മണ്ണു വെട്ടി മുറിച്ചോ പുത്ര. അത് കൊള്ളാമല്ലോടി, നിനക്ക് എപ്പോഴും പുത്തമ്പാനിയൊക്കെ നല്ല ചേലായിട്ട് പാടാൻ അറിയാം കേട്ടോ. അതിരിക്കട്ടെ, ചവിട്ടുപടിയിലെ കിണ്ടിയും വെള്ളവും കാണുന്നില്ലല്ലോ, അതും നിന്റെ പിള്ളേർക്കെടുത്ത് കളിക്കാൻ കൊടുത്തോ? അത് പിന്നെ ഓടിന്റെ കിണ്ടി കൂടി പിള്ളേരോടൊച്ചെന്ന് പറയല്ലേ മന്നെ. നമ്മുടെ ഭക്ഷണത്തിൽ സുഭാഷിന്റെ മോളുടെ കല്യാണം നാളെ കഴിഞ്ഞു. ഐശ്വര്യത്തെ കിണ്ടിയും കോടാമ്പി വേണമെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഞാൻ അത് അങ്ങ് എടുത്ത് കൊടുത്തു. 2 ദിവസം കഴിഞ്ഞ് അവരത് തിരിച്ചു തരും. ജന്മാന്തരം ഐശ്വര്യമത്ത വേറൊന്നും അവര് ചോദിക്കാത്തത്. എന്നും ഇങ്ങനെയാണ്. വലിയ കുടുംബക്കാരനാണെന്നാ ഭാവം, പക്ഷേ പട്ടുപോലെ മനസ്സാണ്. കുഞ്ഞാളന്മാരുടെ കൃപ കൊണ്ടല്ലേ നേരെ തന്നെ നമുക്ക് കിട്ടിയത്. അന്ന് എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ട് അറിയാമോ? ആ, നീ പറഞ്ഞപടി ഒരു ലോറി സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് സഹായിക്ക് പാവങ്ങൾക്ക് കൊടുക്കാനായി. സന്തോഷമായ നിനക്ക്? നല്ല പുത്തൻ മനസ്സോടെ അല്ലേ നിങ്ങൾ ചെയ്യുന്നത്? എനിക്കത് മതി. ഇനി അത് ഒരിക്കലും നിർത്തല്ലേ പൊന്നെ. ഇന്നലെ സ്വപ്നത്തിൽ എന്നോട് പാറമാതാവ് വന്ന് പറഞ്ഞതാ ഇങ്ങനെ എല്ലാ സഹായിക്കും ചെയ്യാൻ വേണ്ടി. നമ്മുടെ കാലത്ത് ഇതെല്ലാം നടക്കും, പക്ഷേങ്കിൽ കാര്യങ്ങൾ പിള്ളേരുടെ കയ്യിലാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാം മുകളിലിരിക്കുന്ന വിഷാദം വരാൻ വേണ്ട പോലെ നോക്കിക്കോളൂ. നീ വിഷമിക്കാണ്ടിരി മാതിരി. നേരം എത്രയെന്നറിയോ? എഴുന്നേറ്റ്, പെട്ടെന്ന് എഴുന്നേറ്റ്. നല്ല കാലത്തെ കുറെ മെതിച്ചതാ. ഇപ്പോ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? പ്രായമാകുമ്പോ എല്ലാവരുടെയും ഗതി ഏറെക്കുറെ ഇങ്ങനൊക്കെ തന്നെയാ. പിന്നെ മക്കൾക്ക് 4 കാശുണ്ടെങ്കിൽ ചാടാതെ ഇങ്ങനെ കിടക്കാം. അപ്പോ സാലിയ രാജാവ് എവിടെ? എന്റെ മാതൃകുട്ടി എവിടെ? രാജാവോ? ഒരു രാജാവായിട്ടല്ലേ കഴിയണേ? അപ്പൊ അവന്റെ ഒരു രാജയോഗമേ. കുറച്ചുകൂടെ പറഞ്ഞു. എനിക്കിപ്പോ പണ്ടത്തെ പോലെ കേൾക്കാൻ കഴിയുന്നു കേട്ടോ. അത് സാരമില്ല, അതിനല്ലേ ഞാൻ അപ്പാപ്പന്റെ ചെവിയും കണ്ണുമായിട്ട്. എല്ലാം സ്വപ്നായിരുന്നു. സ്വപ്നം കാണേണ്ട ഒരു പ്രായേ. എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ലേ. എനിക്കൊന്ന് അപ്പുറത്തോട്ട് പോകും. അയ്യോ, ഒറ്റയ്ക്ക് പോകല്ലേ. ഞാൻ പതിയെ ഒന്ന് താങ്ങിത്തരാം. തറയിലെങ്ങാനും വീണാലോ ജേക്കപ്പച്ചായൻ എന്നെ വഴക്ക് പറയും, എന്റെ പണിയും പോകും. എവിടെയാണ് കൊച്ചേ എന്റെ അപ്പച്ചൻ? ഇതെന്താ പതിവില്ലാതെ രാവിലെ തന്നെ? അപ്പാപ്പന്റെ അപ്പുറത്തിരിപ്പുണ്ട്. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കോടികളുടെ മുതല ആ അപ്പച്ചനെയാണ് നീ നോക്കുന്നത്. നല്ലവണ്ണം നോക്കിക്കോണം. അപ്പച്ചന്റെയും അമ്മച്ചയുടെയും സ്വത്ത് ഇപ്പോഴും ഭാഗിക്കാതെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. മറക്കരുത് കൊച്ചേ. എനിക്കറിയാവേ,
അച്ചായൻ എന്നെ കാണുമ്പോഴെല്ലാം ഇത് തന്നെയല്ലേ പരിഹാരം പറയണേ? നോക്കിയും പിടിച്ചും നിന്നാൽ നിനക്ക് കുറച്ചു കാലം കൂടെ ഇവിടെ കഴിയാം. നല്ലൊരു സെറ്റിൽമെന്റും ഞാൻ മേടിച്ചു തരാം. ഈ അച്ചായന്റെ ഓരോ തമാശകളെ. ആരാ? ജെയിംസ് ആണോ? അല്ല, അപ്പച്ചന് വേറെ മക്കളാരും ഇല്ലേ? അപ്പ യാക്കോബ്. നിനക്കറിയാമോ, യാക്കോബ് എന്ന വായക്കാരെന്ന അർത്ഥം ദൈവം അറിഞ്ഞോണ്ടിട്ട പേരാണ്. അതുകൊണ്ട് ഞാൻ എന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. ഇന്നലെ സ്വപ്നത്തിന് എൻ്റെ അമ്മച്ചി വന്ന് ദശാംശം കൊടുക്കണേ എന്ന് എന്നോട് പറഞ്ഞു. പിന്നെ ഇവിടെ കാശിന് 100 കൂട്ടം ആവശ്യമുള്ളപ്പോഴാ അപ്പച്ചന്റെ ഒരു ദശാംശം കൊടുക്കരുത്. ഞാൻ എല്ലാം അറിയുന്നുണ്ട്. എന്തൊക്കെയാണ് നിന്റെ ആവശ്യങ്ങളെന്ന്. നീ വയസ്സുകാലത്ത് പള്ളിയിലോട്ടൊന്നും എഴുന്നള്ളണ്ടെന്ന് പറഞ്ഞാൽ നീ ടിവിയിലെ കുർബാന കണ്ടോണ്ട് ഇവിടെ ഇരുന്നാൽ മതി. അത് അപ്പച്ചന്റെ ആരോഗ്യം ഓർത്തിട്ട. ജെയിംസ് ഏട്ടന്റെ സ്കൂട്ടറിന്റെ പുറകിലിരുന്ന് പള്ളിയിൽ പോയിട്ട് എന്റെ അപ്പച്ചൻ വഴിയിലെങ്ങാനും വീണാൽ ആ കാണുന്നതിന്റെ ധരണം അവസാനം എല്ലാത്തിനും ചെലവാകാൻ ഈ ജയിക്കും മാത്രമേ കാണത്തുള്ളൂ. വെറുതെ അല്ലല്ലോ നീ ചെലവാക്കണ ജയിക്കപ്പേ. നിന്റെ സ്വത്തിന്റെ നടത്തിപ്പ് നീയല്ലേ ഏറ്റെടുത്തിരിക്കണേ. എത്ര വർഷങ്ങളായെന്ന് അറിയൂ ഞാനൊന്ന് ശരിക്കും പള്ളിയിൽ പോയിട്ട്. പ്രഷർ കൂട്ടല്ലേ? അപ്പച്ച, പഴയ കാലമൊക്കെ പോയി. ഇപ്പോ എല്ലാവരുടെയും കണ്ട് കമ്മീഷനിലാണ്. അതിന്റെ ഇടയിലാണ് അപ്പച്ചന്റെ ഒരു സ്ഥാനം. അപ്പാപ്പൻ ഇതുവരെ ഒതുങ്ങിയില്ലേ? ചേച്ചി, അപ്പാപ്പനെ ഇന്ന് പള്ളിയിൽ കൊണ്ടുപോകണം. ഡാഡി വന്നോന്നും പറഞ്ഞില്ലേ? ഇല്ല. എന്താ പ്രത്യേകിച്ച്? ഇത്ര രാവിലെ അപ്പാപ്പനെ പുറത്തു കൊണ്ടുപോകുന്നത് നല്ലതല്ല ജോലി പോലെ. ഇന്ന് ബസ്സേയല്ലേ? ഇതത്രയൊന്നും നേരത്തെ ഇല്ലല്ലോ ചേച്ചി. മണി 10 കഴിഞ്ഞു. അപ്പാപ്പൻ നേരെ ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്താ മോനെ നിങ്ങൾ വിളിച്ചിരിക്കണേ? നിങ്ങളിപ്പോഴും ആ പഴയ വാടകയ്ക്ക് തന്നെയാണോ കഴിയണേ? എൻ്റെ അപ്പച്ചൻ പണിയൊന്നുമില്ലേ? പലപ്പോഴും അവൻ്റെ തണ്ടി ഒന്ന് കാണാൻ പറ. അപ്പാപ്പനൊന്നും വിചാരിക്കരുത്. ഡാഡി വലിയ തിരക്കിലാണ്. കഴിഞ്ഞ ഞായറാഴ്ച ദുബായിൽ പോയി തിരിച്ചു വന്നതേ ഉള്ളൂ. എന്നോട് ഇവിടെ അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. സോറി, സമയം കിട്ടിയില്ല. അപ്പച്ചനും നിനക്കും തിരക്കോട് തിരക്ക്. ഞാൻ പുതുതായി പണി കഴിപ്പിച്ചു തന്ന വീട് ഗൾഫുകാരന് വിറ്റ് വല്ലവൻ്റെയും വീട്ടിലാണിപ്പോൾ നരിമറ്റത്തിൽ മത്തായി കുട്ടിയുടെയും മൂത്ത മോൻ ജെയിംസ് കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും കുടികിടപ്പ്. അല്ലയോ അപ്പാപ്പ, ജെയിംസ് അച്ചായൻ അച്ചാർ കമ്പനി തുടങ്ങി. അതിന്റെ തിരക്കില അവര്. ഇനി വാടക വീട് മാറാൻ പോകുകയല്ലേ? ജെയിംസ് അച്ചായന്റെ വീടിന്റെ കൂതാശയ്ക്കല്ലേ നമ്മൾ ഇന്നാളെ പുറപ്പെട്ടു പോയത്? അപ്പാപ്പൻ അത് ഇത്ര വേഗം മറന്നോ? ഞങ്ങൾക്ക് ദുബായിൽ നിന്ന് നല്ലൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കോൺട്രാക്ട് ഒപ്പുവെക്കാനാണ് ഡാഡി പോയത്. നമ്മൾ നിർത്തിവെച്ച ദശാംശം വിതരണം ഈ പസഹ മുതൽ വീണ്ടും ആരംഭിക്കുന്നതാണ്. അതിനാണ് പാപ്പനെ പള്ളിയിൽ വരണമെന്ന് പറഞ്ഞത്. എൻ്റെ അപ്പച്ചൻ്റെ ആ പഴയ സ്കൂട്ടറിലിരുന്ന് എങ്ങനെയാണ് മോനെ ഞാൻ പള്ളിയിലോട്ട് വരിക? അപ്പാപ്പ, നമുക്കാണെങ്കിൽ ഇപ്പിനെ വരാതിരിക്കാനും വയ്യ. എൻ്റെ മാതൃയുടെ കുറേ നാളത്തെ മോഹമായിരുന്നില്ലേ? മോളെ, നീ ഒന്ന് എൻ്റെ കൈ പിടിച്ച് നമുക്ക് പള്ളിയിലേക്ക് പോകാം. അയ്യോ, ഈ വേഷത്തിലോ? അപ്പാപ്പ, ഞാൻ കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ കാർ സ്വന്തമായിട്ടുണ്ട്. അപ്പൻ്റെ അത്രയൊന്നും സമ്പത്തില്ലേലും ആരെയും ആശ്രയിക്കാതെ ഞങ്ങൾക്കൊരു വിധം കഴിയാം. അത് പലിശ കാശല്ല, ഞാനും ഡാഡിയും പണിയെടുത്തുണ്ടാക്കിയതാണ്. ഓ, നന്നായി മക്കളെ. അപ്പാപ്പൻ്റെ കൈകൊണ്ട് വേണം ആദ്യത്തെ ദശാംശ വിതരണം നടത്താനെന്ന് ഡാഡി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വേഗം തയ്യാറാണ്. ജോയിന് മോൻ ചെല്ല്. ഞാൻ അപ്പാപ്പനെ ഒരുക്കിയിട്ട് പെട്ടെന്ന് വരാം.
എന്നാ ശരി, വേഗം വരണേ ചേച്ചി. പാദം കഴുകൽ ചടങ്ങ് കഴിഞ്ഞുകൊണ്ടനെ ആളുകൾക്ക് അരിയും സാധനങ്ങളും കൊടുത്തു തുടങ്ങണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പാപ്പന്റെ വേഷമൊക്കെ എടുത്തിട്ട് വരാം. ഇവിടെ എങ്ങനെ ഇരിക്കുന്നേ? നമ്മൾ വിളിച്ച വിൽക്കല്ല പാഴായി പോയിട്ട് കഴിയും. ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം മത്താച്ചന്റെയും സന്തതി പരമ്പരയുടെയും മേലുണ്ടാകും. സജിത ജോർജ്, രചന സംവിധാനം ജോർജ് സാർ. ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുവാൻ എല്ലാ സഹകരണങ്ങളും ചെയ്തെന്ന ജേർണച്ചനും കൈകാരന്മാർക്കും കമ്മിറ്റി അംഗങ്ങൾക്കും മാതൃവേദി, പിതൃവേദി, യൂത്ത് എന്നിവർക്കുമുള്ള അകമൊഴിഞ്ഞ നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. What a meaningful and engaging skit. Now we move on to one of the most awaited segments of this evening, the prize distribution ceremony. We'll begin with the Bible Cutoff Song prizes presented